പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റേത് കൊലപാതകമായിരുന്നെന്നും ആദ്യം മുതലേ അതിനുള്ള തെളിവുകൾ നശിപ്പിക്കാനാണ് CPIM ശ്രമിക്കുന്നതെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ CPM ശ്രമിക്കുക. ആദ്യം മുതൽ തന്നെ CPM പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ CBI അന്വേഷണത്തിന് ഗവൺമെന്റ് ഉത്തരവിട്ട് അതിൻ്റെ വിജ്ഞാപനം പുറത്തു വന്നിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതിരുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ്. മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ മറുപടി പറയേണ്ട വ്യക്തി. എന്നിട്ട് 3 ഉദ്യോഗസ്ഥരുടെ പേര് എല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ ആ പിതാവ് ഞങ്ങളെ എല്ലാവരെയും കണ്ടതാണ്. ആ കുടുംബം ഞങ്ങളെ കണ്ട അതിൻ്റെ വിഷമതകൾ അറിയിച്ചതാണ്. ഏതായാലും ഈ കേസ് തേച്ചു മായ്ച്ചു കളയാൻ ആദ്യം മുതൽ തന്നെ CPM ശ്രമിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഈ നടപടി. എല്ലാവർക്കും അറിയാം, FIR ഇട്ട് കഴിഞ്ഞാൽ അത് എവിടേക്ക് അയക്കേണ്ടത് അറിയാൻ പാടില്ലാത്ത ഏത് ഉദ്യോഗസ്ഥരാണുള്ളത്? അത് കൊച്ചിയിലേക്കാണോ അയക്കേണ്ടത്? സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് വിജ്ഞാപനം ഇറങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കാണെന്നും ചെന്നിത്തല പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. MCMC ഓഫീസിന്റെയും ഇലക്ഷൻ മീഡിയ സെല്ലിന്റെയും ഉദ്ഘാടനം ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ നിർവഹിച്ചു. കളക്ടറേറ്റിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലാണ് MCMC സജ്ജമാക്കിയിട്ടുള്ളത്. ഇലക്ട്രോണിക് ഓൺലൈൻ മാധ്യമങ്ങളിൽ നൽകുന്ന പരസ്യങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിനും പണമോ പാരിതോഷികമോ സ്വീകരിച്ച് നൽകുന്ന വാർത്തകൾ നിരീക്ഷിക്കുന്നതിനുമായുള്ള സംവിധാനമാണിത്. മാധ്യമ നിരീക്ഷണത്തിനും പരസ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലിനുമായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെയും റവന്യൂ വകുപ്പിലെയും ഉദ്യോഗസ്ഥരും ജേർണലിസം വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ അധ്യക്ഷനും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ S. സന്തോഷ് കുമാർ മെമ്പർ സെക്രട്ടറിയുമായ കമ്മിറ്റിയിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് G. സുരേഷ് ബാബു, പത്തനംതിട്ട പ്രസ് ക്ലബ് പ്രസിഡന്റ് സജിത് പരമേശ്വരൻ, സെക്രട്ടറി ബിജു കുര്യൻ എന്നിവർ അംഗങ്ങളാണ്. പത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, പ്രാദേശിക കേബിൾ ചാനലുകൾ, റേഡിയോ, സമൂഹ മാധ്യമങ്ങൾ, SMS, സിനിമാശാലകൾ, മറ്റ് ദൃശ്യശ്രവ്യ മാധ്യമ സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം MCMCയുടെ നിരീക്ഷണ പരിധിയിൽ വരും. ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയാണ് സെല്ലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പെയ്ഡ് ന്യൂസ് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുക. പരസ്യങ്ങളുടെ സർട്ടിഫിക്കേഷനും കമ്മിറ്റി നിർവഹിക്കും. സമിതിയുടെ അനുമതിയില്ലാത്ത മാധ്യമ പരസ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ ഉപയോഗിക്കാൻ പാടില്ല. ചടങ്ങിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പത്മചന്ദ്രക്കുറുപ്പ്, ദുരന്ത നിവാരണ വകുപ്പ് ഡെപ്യൂട്ടി കളക്ടർ TG ഗോപകുമാർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് സജിത് പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വോട്ടവകാശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കുന്നതിന്റെ ഭാഗമായി സ്വീപിന്റെ നേതൃത്വത്തിൽ വൈക്കം ബീച്ചിൽ ദീപം തെളിയിച്ചു. കോട്ടയം ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലയിൽ വോട്ടെടുപ്പിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാം സ്വീപിന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. സർക്കാർ ജീവനക്കാർ, പൊതുജനങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പ്ലക്കാർഡുകളും മെഴുകുതിരിയുമായി ഐ വോട്ട് ഫോർ ഷുവർ എന്ന മാതൃകയിൽ അണിനിരന്നു. ബീച്ചിന് സമീപം സെൽഫി പോയിന്റുകളും ഒരുക്കിയിരുന്നു. പരിപാടിയിൽ എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്, കോട്ടയം സബ് കളക്ടർ D. രഞ്ജിത്ത്, പുഞ്ച സ്പെഷ്യൽ ഓഫീസർ M. അമൽ മഹേശ്വർ, വൈക്കം തഹസിൽദാർ KR മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവ്യാപന സ്വഭാവമുള്ള പ്രാണികളുടെ പ്രജനന സ്രോതസ്സുകൾ ഇല്ലാതാക്കണമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ജലാശയങ്ങളിലെ നീരൊഴുക്ക് തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശം. നീർച്ചാലുകൾ, തോടുകൾ തുടങ്ങിയ ജലാശയങ്ങളിലെ നീരൊഴുക്ക് തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്നും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ യജ്ഞത്തിന്റെ ഭാഗമായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ജില്ലാതല കോർ കമ്മിറ്റിയുടെ യോഗത്തിലായിരുന്നു കളക്ടറുടെ നിർദ്ദേശം. ഞായറാഴ്ചകളിൽ വീടുകളിലും വെള്ളിയാഴ്ചകളിൽ സ്ഥാപനങ്ങൾ, തൊഴിലിടങ്ങൾ എന്നിവിടങ്ങളിലും ഡ്രൈ ഡേ ആചരിക്കണം. മാലിന്യക്കൂനകൾ, വെള്ളക്കെട്ട് പ്രദേശങ്ങൾ തുടങ്ങിയ പൊതുജനാരോഗ്യ പ്രശ്നമുള്ള സ്ഥലങ്ങളുടെ പട്ടിക തയ്യാറാക്കണം. പട്ടിക വാർഡ് തല ശുചിത്വ സമിതികൾ, തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറണം.
തദ്ദേശ സ്ഥാപനം നിർദ്ദേശിച്ചിട്ടുള്ള മാലിന്യ സംസ്കരണ രീതി പാലിക്കാത്ത സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് യോഗത്തിൽ പറഞ്ഞു. ആരോഗ്യവകുപ്പുമായി ചേർന്ന് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി IEC പ്രവർത്തനങ്ങൾ നടത്തും. മാലിന്യ സംസ്കരണം നടക്കാത്ത വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഫീൽഡ് തല ഉദ്യോഗസ്ഥർ കണ്ടെത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറണം. തെറ്റായ രീതിയിൽ മാലിന്യം കൈകാര്യം ചെയ്യുന്നവർക്കെതിരെ തദ്ദേശ സ്വയംഭരണ തല വിജിലൻസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് സെക്രട്ടറിമാർ ഉറപ്പുവരുത്തും. ഇതിനായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധനയും നിയമ നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ കെട്ടിട നിർമ്മാണ അനുമതിക്ക് വേണ്ടിയുള്ള പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളാക്കുന്നതിനെതിരെ ലെൻസ്ഫെഡ് അംഗങ്ങൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം നടത്തി. ജില്ലാ കേന്ദ്രങ്ങളിലെ നഗരസഭകളിലേക്ക് മാർച്ചും ധർണയും നടത്തിയായിരുന്നു സമരം. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ റീഗോ രാജു തുടങ്ങിയവർ സംസാരിക്കുന്നു. ഈ ധർണയ്ക്ക് ഈ ധർണാ സമരത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കുടുംബശ്രീ പ്ലാൻ ഫെസിലിറ്റേഷൻ സെന്ററുകൾ നിർത്തലാക്കുക, ലൈസൻസികളുടെ തൊഴിൽ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തുക, സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷന്റെ മാന്യത തകർക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു. ആലപ്പുഴ നഗരസഭാ കവാടത്തിലേക്ക് നടത്തിയ സമരപരിപാടിയിൽ സംഘടനയിലെ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. മാർച്ചിന് ശേഷം ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന ധർണ ലെൻസ്ഫെഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിന്റെ ഓരോ പുരോഗതിയുടെയും പിറകിൽ, ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന്റെയും പിറകിൽ സാങ്കേതിക വിദഗ്ധരായ നമ്മളെപ്പോലെയുള്ളവരുടെ ഒരു കയ്യൊപ്പുണ്ട്. അത് മറന്നുകൊണ്ട് ഒരു സർക്കാരിനും, അതല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും വിലയിരുത്തുമ്പോൾ നമ്മളുടെ പേര് അടിവരയിട്ട് രേഖപ്പെടുത്താതെ കേരളത്തിന്റെ ചരിത്രത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഓരോ മണൽത്തരിയും ഓരോ പുരോഗതിയിലേക്ക് ഉയർന്നുയർന്നു പോകണമെങ്കിൽ ഓരോ സിവിൽ എഞ്ചിനീയറുടെയും കയ്യൊപ്പ് അവിടെ ഉണ്ടാകണം. ഇത് നമ്മുടെ മാത്രം കാര്യമല്ല, ലോകത്തെവിടെയും ഒരു പുരോഗതി ഉണ്ടെങ്കിൽ ആ പുരോഗതിയുടെ അടിസ്ഥാനം സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ തീരുമാനങ്ങളും എടുക്കാൻ. പ്രിയമുള്ളവരെ, ഇത് നമ്മളൊരു സർക്കാരിനെതിരെയുള്ള സമരമല്ല. ഇവിടുത്തെ 10,000-കണക്കിന് വരുന്ന സ്ത്രീകളുടെ പ്രസ്ഥാനമായ ഒരു കുടുംബശ്രീക്കെതിരെയുള്ള സമരമല്ലിത്. മറിച്ച് നമ്മളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു അനിശ്ചിതാവസ്ഥ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സമരമാണിത്. ധർണാ യോഗത്തിൽ ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് KR പ്രദീപ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സമിതി അംഗങ്ങളായ A. സുരേഷ് കുമാർ, M. മായ, A. ഫൈസൽ, മനു മോഹൻ, അൻഷുവിൻ ദേവസ്യ, ജില്ലാ സെക്രട്ടറി MR അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. വേനൽ മഴ ശക്തമാകുമോ എന്ന ആശങ്കയിലാണ് കുട്ടനാട്ടിലെ നെൽ കർഷകർ. ചെയ്യാവുന്നത് ഒന്നു മാത്രം, കൊയ്ത്തന്ത്രം ഇറക്കാനും സംഭരണം നടത്താനും എത്രയും വേഗത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണം. അന്തരീക്ഷത്തിൽ അതികഠിനമായ ചൂടും മാനത്ത് മഴക്കാറും കാണുമ്പോൾ ചൂടും കരിനിഴലും വീണ് നീറുകയാണ് കുട്ടനാട്ടിലെ നെൽ കർഷകന്റെ മനസ്സ്. താരതമ്യേന വേനൽമഴ കുറവായിരുന്നതിന്റെ ആശ്വാസം ഏതായാലും കർഷകർക്കെങ്കിലുമുണ്ട്. എന്നാൽ വേനൽമഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം എന്നൊരു അവസ്ഥ കർഷകരുടെ ആശ്വാസത്തെ മറികടന്ന് ആശങ്കയിലേക്ക് കടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ KCV ന്യൂസ് പ്രതിനിധികളായ ജോമോൻ കാവാലവും അജി ദാമോദറും കുട്ടനാട്ടിലെ ഏതാനും കർഷകരെ കണ്ട് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിന്റെ പ്രതികരണങ്ങളിലേക്ക്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് രാമരാജപുരം കായലിൻ്റെ പടിഞ്ഞാറ മണ്ടലാണ്. നേരെ അക്കരെ 6000 കായലാണ്. അവിടുത്തെ കൊയ്ത്ത് കഴിഞ്ഞു. ഈ കഴിഞ്ഞ മഴയ്ക്ക് ഏകദേശം നെല്ലൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 5 ദിവസം കഴിഞ്ഞിട്ടേ നമുക്കിവിടെ കൊയ്ത്ത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇവിടെ കർഷകർ വളരെ ആശങ്കയിലാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു കർഷകനായ ജോർജേട്ടൻ നമ്മളിവിടെ, ജോർജേട്ടൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. പ്രിയമുള്ളവരെ, വേനൽച്ചൂട് അതിശക്തമാവുകയാണ്. അതിനനുസരിച്ച് തന്നെ വേനൽമഴ വല്ലാത്ത ഭീഷണി ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ വേനൽമഴയിൽ ഇവിടെ നന്നായിട്ട് കാറ്റടക്കം അടിച്ചിട്ട് അതിൻ്റെ ഒരു വലിയ ആശങ്കയിലാണ് മൊത്തത്തിലുള്ള കർഷകർ, ഞാനടക്കമുള്ള ആളുകൾ. ഇപ്പോഴും നന്നായിട്ട് മഴക്കാറുണ്ട്. ഇതിലെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ് കർഷകരാകെ തന്നെ ഉള്ളത്. പിന്നെ ആവശ്യം വേണ്ട തരത്തിലുള്ള കരുതലുകൾ കൃഷിക്കാരെ സംബന്ധിച്ചുണ്ട്. വണ്ടി ഉടൻ തന്നെ ഇറങ്ങും. ഒരാഴ്ചയ്ക്കകം, അതായത് ഇന്ന് 30 ഇന്ന് 25 അല്ലേ, 26, 30 വണ്ടി ഇറക്കാനാണ് പരിപാടി. അതനുസരിച്ച് കൊയ്ത്ത് മുന്നോട്ട് പോകും. കണ്ടില്ല, വല്ലാത്ത മഴക്കാറാണ്.
4-5 ദിവസങ്ങൾ കഴിയുമ്പോൾ കൊയ്ത്തന്ത്രം ഇറക്കാം എന്ന് കർഷകർ പറയുമ്പോൾ വേനൽമഴ വെല്ലുവിളി ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ നടപടികൾ എത്രയും വേഗത്തിലാക്കാൻ അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ച് കർഷകർക്ക് പിന്തുണ നൽകേണ്ടിയിരിക്കുന്നു. കൃത്യസമയത്ത് തന്നെ കൊയ്ത്തന്ത്രം ഇറക്കാൻ കഴിയണം, കൊയ്ത്ത് തീർക്കാൻ കഴിയണം, കൊയ്ത്ത് കഴിയുന്ന മുറയ്ക്ക് തന്നെ സംഭരണവും നടക്കണം. ഇതിനിടയിൽ വിലപേശൽ തന്ത്രവുമായി മില്ലുകാരോ ഏജന്റുമാരോ എത്തി കാലതാമസം വരുത്തി വേനൽമഴ കണ്ണീർമഴ ആകാതിരിക്കാൻ കൃഷിവകുപ്പും സിവിൽ സപ്ലൈസ് വകുപ്പും ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മാർച്ച് 28, 29 തീയതികളിൽ രാവിലെ 6 മുതൽ വൈകുന്നേരം 5:30 വരെ മങ്കൊമ്പ് ജംഗ്ഷൻ മുതൽ തെക്കേക്കര പാലം വരെ ടാറിംഗ് ജോലികൾ നടക്കും. ആയതിനാൽ വാഹന ഗതാഗതം ഭാഗികമായി ഇവിടെ നിയന്ത്രിക്കും. ഈ സമയത്ത് എമർജൻസി വാഹനങ്ങൾ മറ്റ് ഡൈവേർഷൻ റോഡ് ഉപയോഗിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനനുയോജ്യമായ നടപടികൾ സ്വീകരിച്ച് പ്രശ്നപരിഹാരം കാണുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ചന്ദ്രദാസ് കേശവപിള്ള ആലപ്പുഴയിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്താണ് അദ്ദേഹം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. പ്രധാനമായിട്ടും മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ ആധാർ അപ്ഡേഷന് നടക്കുന്നില്ല. ആധാർ അപ്ഡേഷൻ നടക്കാത്തതുകൊണ്ട് അവർക്ക് ഭിന്നശേഷി പെൻഷൻ കിട്ടാതെ പോകുന്നു. APL ലിസ്റ്റിൽ നിന്ന് അവരെ BPL മാറ്റാൻ കഴിയുന്നില്ല. ഈ കാര്യം കഴിഞ്ഞ നവംബറിൽ 2021 നവംബറിൽ ഭിന്നശേഷി കമ്മീഷണർ പഞ്ചാബ് വൈസ് സാറുമായിട്ട് ഞാൻ ഏതാണ്ട് 1 മണിക്കൂറോളം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനൊരു നിയമം നിലവിലുണ്ട്, അദ്ദേഹം അത് രണ്ടാമതൊരിക്കൽ കൂടി ഓർഡറാക്കിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും 8 മാസമായിട്ടും അത് നടപ്പായിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഉത്തരവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാനൊക്കെയുള്ളൂ. വികലാംഗ പെൻഷൻ അനുവദിക്കുന്നതിന് വേണ്ടിയും പുതുക്കുന്നതിന് വേണ്ടിയും ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടാണ് ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ബുദ്ധിമാന്ദ്യം ഉള്ളവരുടെയും ശാരീരികമായി ബലക്ഷയം സംഭവിച്ചവരുടെയും ആധാർ അപ്ഡേഷന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുമ്പോൾ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരുടെ കണ്ണ് ഐറിസ് സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ നിന്നുള്ള ചുവപ്പ് പ്രകാശം അത്തരത്തിലുള്ളവരുടെ മനോനില തെറ്റിക്കുകയും അവർ അസ്വസ്ഥരാകുകയും ചെയ്യുന്നു. അതുപോലെ കൈവിരലുകൾ കൃത്യതയ്ക്ക് വേണ്ടി പലതവണ സ്കാനറിൽ അമർത്തേണ്ടി വരുമ്പോൾ അത്തരത്തിലുള്ളവർ കൈവലിക്കുകയും ശ്രദ്ധയില്ലാതെയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആധാർ വഴി ആനുകൂല്യം നൽകുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയാതെ പോകുന്നു. ആയതിനാൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കും ശാരീരികമായി ബലക്ഷയം സംഭവിച്ചവർക്കും ആധാർ ഒഴിവാക്കി മറ്റു സർട്ടിഫിക്കറ്റുകൾ അടിസ്ഥാനമാക്കി വികലാംഗ പെൻഷനുകളും മറ്റും നൽകാൻ സർക്കാരും ഭിന്നശേഷി കമ്മീഷനും തയ്യാറാകണമെന്ന് ചന്ദ്രദാസ് കേശവപിള്ള ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഒട്ടുമിക്ക സർക്കാർ ഓഫീസുകളും ബഹുനില കെട്ടിടങ്ങളിലാണ്. അതുകൊണ്ട് അംഗപരിമിതർക്ക് ഇത്തരം ഓഫീസുകളിലേക്ക് വരുവാനും പോകുവാനും പ്രയാസം നേരിടുന്നുണ്ട്. അതിനാൽ സർക്കാർ ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദത്തിലാക്കണമെന്ന് ചന്ദ്രദാസ് ആവശ്യപ്പെട്ടു. നിയമസഭകളിലും പാർലമെന്റിലും ഭിന്നശേഷിക്കാർക്കായി സീറ്റ് സംവരണം ചെയ്യണമെന്നും ചന്ദ്രദാസിന് നിർദ്ദേശമുണ്ട്. തലവടി AD UP സ്കൂളിൽ മഴവെള്ള സംഭരണി നിർമ്മിച്ച് സ്കൂളിന് കൈമാറിയിരിക്കുകയാണ് JCI എടത്തുവ. ജലമർമരം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി ഇട്രി ആലപ്പുഴയുടെ സഹകരണത്തോടെയാണ് പൂർത്തീകരിച്ചത്. മഴവെള്ള സംഭരണി പ്രവർത്തന സജ്ജമായതിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, വാർഡ് മെമ്പർ ബിനു സുരേഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനം JCI ഇന്ത്യ സോൺ 22 വൈസ് പ്രസിഡന്റ് JFM PR രതീഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു ലോക്കൽ ഓർഗനൈസേഷൻ സമൂഹത്തിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രശ്നം കണ്ടെത്തി അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന ഒരു പ്രോജക്റ്റ് ദേശീയ തലത്തിൽ നടത്തി വരുന്നു. അതിനെ പറയുന്ന പേര് സസ്റ്റൈനബിൾ പ്രോജക്റ്റ് എന്നാണ്. JCI ഇന്ത്യയിലെ 28 സോണുകളുണ്ട്. അതിൽ 22 JCI എടത്തുവ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അത് തിരുവനന്തപുരം മുതൽ കോട്ടയത്ത് വൈക്കം വരെയുള്ള സോൺ 22 എന്നറിയപ്പെടുന്ന ഇതിലെ ലോക്കൽ ഓർഗനൈസേഷനാണ് JCI എടത്തുവ. JCI എടത്തുവയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നാഷണൽ ലെവലിൽ ഈ പ്രോജക്റ്റ് അയച്ചു കൊടുത്ത് നാഷണലിൽ നിന്ന് അപ്രൂവൽ വാങ്ങിച്ചതിന് ശേഷമാണ് ഈ പ്രോജക്റ്റ് നമുക്ക് ഈ സ്കൂളിൽ നടത്തുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാം, JCI ഇന്ത്യയിൽ നാഷണൽ ലെവലിൽ നടത്തുന്ന രണ്ടാമത്തെ പ്രോജക്റ്റാണ് JCI എടത്തുവയിൽ സാധ്യമായിരിക്കുന്നത്. അതിന് ഈ വർഷം പ്രവർത്തനം ആരംഭിച്ച് തന്റെ
സ്വതസിദ്ധമായ ശൈലിയിൽ ഏറ്റവും മികച്ച രീതിയിൽ JC ഇന്ത്യ സോൺ 22-ൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ടീമാണ് JC എടത്തുവ. യോഗത്തിൽ JCI എടത്തുവ ലോക്കൽ ഓർഗനൈസേഷൻ പ്രസിഡന്റ് JC സുജിത് S നായർ അധ്യക്ഷനായിരുന്നു. പ്രോഗ്രാം ഡയറക്ടർ JC ജേക്കബ് ഫിലിപ്പ്, എട്രി ആലപ്പുഴ പ്രോജക്ട് മാനേജർ TD ജോജോ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് വിജയലേഖ, PTA പ്രസിഡന്റ് പ്രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തലവടി ടൗൺ ബോട്ട് ക്ലബിന്റെ വാർഷികവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി. പ്രസിഡന്റ് KR ഗോപകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു പൊതുയോഗം. ഇരിക്കുളയാണ് ആ ഒരു ഓവൻ നമുക്ക് എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് കരേക്കള ഹോൾഡിങ്സ് ആണ് ഈ ഒരു ഓവൻ നമുക്ക് തന്നിരിക്കുന്നത്. പ്രിയമുള്ള ഡോക്ടർ ജോൺസണും അതുപോലെ കരേക്കള ഹോൾഡിങ്സിൽ ഉള്ള സെബാസ്റ്റ്യൻ ചേട്ടനുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. യോഗത്തിൽ സെക്രട്ടറി ജോജി J വയലപ്പള്ളി, ട്രഷറർ പ്രിൻസ് പാലത്തിങ്കൽ എന്നിവർ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. പ്രസാദ് തലവടി രചിച്ച തലച്ചുണ്ടൻ വഞ്ചിപ്പാട്ട് CD ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ഷിനു S പിള്ളയാണ് പുതിയ പ്രസിഡന്റ്. റിക്സൺ ഉമ്മൻ ഇടത്തിൽ ജനറൽ സെക്രട്ടറിയായും അരുൺ പുന്നശ്ശേരിൽ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. അജിത് കുമാർ പിഷാരത്ത്, ഡോക്ടർ ജോൺസൺ V ഇടുക്കുള എന്നിവരാണ് മീഡിയ കോർഡിനേറ്റർമാർ. എക്സിക്യൂട്ടീവ് അംഗങ്ങളടക്കം 31 അംഗ കമ്മിറ്റിയെയാണ് പൊതുയോഗത്തിൽ തെരഞ്ഞെടുത്തത്. ചമ്പക്കുളം 1256 നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ പൊതുയോഗം ചേർന്നു. സംഘം പ്രസിഡന്റ് കുര്യൻ ജേക്കബിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഞങ്ങൾ ഈ ബോർഡ് വന്നതിന് ശേഷം ഈ പൊതുയോഗം എടുത്ത ഒരു തീരുമാനം, നേരത്തെ എടുത്ത പൊതുയോഗ തീരുമാനം സെക്രട്ടറി ഞങ്ങളെ അറിയിച്ചു. അപ്പോൾ 50 രൂപ മാത്രമുള്ള ഷെയറുള്ള ഒരാൾക്ക് അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു പൊതുയോഗത്തിൽ ഷെയർ 100 രൂപ ആയിരിക്കണമെന്ന് നിർബന്ധമാക്കിയപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ 50 രൂപ മാത്രം ഷെയറുള്ള ആൾക്കാർക്ക് നോട്ടീസ് അയക്കാൻ പറഞ്ഞത്. ചക്കഞ്ചൻ ചോദിച്ചു 2 ഷെയർ ഉണ്ടെങ്കിൽ 50 രൂപ 2 ഷെയർ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, ഒരാൾക്ക് 2 ഷെയർ ഉണ്ടെങ്കിൽ 100 രൂപ ആക്കിയല്ലോ, അത് ആക്കിയാൽ മതി, ആ പ്രശ്നം തീരും. ആ വ്യക്തിക്ക് 100 രൂപയുടെ ഷെയർ ആയപ്പോൾ ആ സംശയം വേണ്ട. പൊതുയോഗത്തിൽ സംഘം സെക്രട്ടറി ഷിബു എബ്രഹാം വല്ലയിൽ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ തോമസ് ജോസഫ്, ആന്റണി അലക്സ്, ഫില്ലമ്മ ജോസഫ്, രാജി ശിവദാസ്, മനോജ് മോഹൻ, ബീന ഗണേഷ് എന്നിവർ സംസാരിച്ചു. ദൈവാലയ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും നൈപുണ്യം പുലർത്തിയ 2024 ദീപിക എക്സലൻസ് അവാർഡ് ജേതാവ് ഷൈൻ ജോസഫ്, ഡൽഹി ജാമിയ മിലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് നാഷണൽ ലെവൽ ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ച അഞ്ജലി ലാൽ ജോസഫ് എന്നിവരെ പൊതുയോഗത്തിൽ ആദരിച്ചു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടികയറി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ചൊവ്വാഴ്ച രാവിലെ 10:45-നും 11:23-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്. താന്ത്രികാചാര്യ കുലപതി ബ്രഹ്മശ്രീ കടിയക്കോൾ കൃഷ്ണൻ നമ്പൂതിരിയുടെയും ബ്രഹ്മശ്രീ പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് ഭക്തരാണ് ഉണ്ണിക്കണ്ണന്റെ കൊടിയേറ്റ് ദർശിക്കാനായി എത്തിയത്. തൃക്കൊടിയേറ്റിന് ശേഷം ചെമ്പകശ്ശേരി തച്ചൻ വെട്ടിയതിനകം കേശവനാചാരി നാളികേരമുടച്ച് രാശി നോക്കി. ഉച്ചയ്ക്ക് കൊടിയേറ്റ് സദ്യ നടത്തി. ഉത്സവ ദിവസങ്ങളിൽ നൃത്താർച്ചന, ഗാനാമൃതം, തിരുവാതിര, നാരായണീയം, കാവ്യസദസ്, ഭക്തിഗാനസുധ തുടങ്ങിയവ ഉണ്ടാകും. ബുധനാഴ്ച രാവിലെ 10-നാണ് അമ്പലപ്പുഴ കരക്കാർ വകയായി ഗണപതിക്കോലം എഴുന്നള്ളിപ്പും പടയണിയും നടത്തുക. വ്യാഴാഴ്ച രാത്രി 11-ന് കരൂർ കാഞ്ഞൂർ മഠം ക്ഷേത്രത്തിൽ നിന്ന് കരൂർ കരക്കാർ വകയായി ഇരട്ട ഗരുഡനും പടയണിയും നടക്കും. ഉത്സവ ദിവസങ്ങളിൽ രാത്രിയിൽ തിരുമുമ്പിൽ വേല, സേവ, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. 7ാം ഉത്സവ ദിനമായ ഏപ്രിൽ 1-ന് വൈകിട്ട് തകഴി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളോടെ കുടവരവ് നടക്കും. 8ാം ഉത്സവ ദിവസം വൈകിട്ട് ആഞ്ഞിലിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് കുട്ടവരവ് ചടങ്ങ് നടക്കും. ഏപ്രിൽ 3-ന് ഉച്ചയ്ക്കാണ് ചരിത്ര പ്രസിദ്ധമായ നാടകശാല സദ്യ. 4-ാം തീയതി വൈകിട്ട് ആറാട്ട് പുറപ്പെടും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6120 രൂപ.
പവന് 48,960 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.